തലസ്ഥാനത്ത് ടി വി പ്രസാദ് കാത്തു നിൽക്കുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. ഗുഡ് മോർണിംഗ് വെങ്കി. ഈ സന്തോഷത്തിന് ഒരു കുറവുണ്ടോ? ഇന്നലെ ബമ്പർ അടിക്കുമെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മുടെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആശ്വാസം തന്നെ ഉണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്നലെ എടുത്തത് ഇതുവരെ നോക്കിയില്ല. എങ്ങാനും വലിയൊരു ചെറിയ സമ്മാനമൊക്കെ അടിച്ചെങ്കിൽ അത് നോക്കിക്കൂടെ? ശരി, സമാശ്വാസ സമ്മാനം വല്ലതും ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ പ്രസാദ്. പക്ഷേ കോടികളുടെ വിവരം ഇതേ പറയാനിരിക്കുകയാണ്. നമ്മൾക്ക് ആ കോടികളിലേക്ക് വരാം. ബമ്പറൊക്കെ 20 കോടിയല്ലേ? ഇവിടെ ഒരാള് 1000 കോടിയൊക്കെയാണ് അടിച്ചോണ്ട് പോയത് കേട്ടോ. അതായത് ഈ അനന്തുവിന്റെ തട്ടിപ്പേ. ഈ പകുതി വില തട്ടിപ്പില് പരാതി പ്രവാഹമാണ് പ്രസാദ്. 1000 കോടി എന്നൊക്കെ പറയുമ്പോ ചില്ലറ കാര്യമല്ല കേട്ടോ. ഈ തട്ടിപ്പിൽ ഇരയായതെല്ലാം സാധാരണക്കാരുമാണ്, അല്ലേ പ്രസാദ്? ഉറപ്പായിട്ടും അത് തന്നെയാണ് അതിലൊരു പ്രത്യേകത. അതായത് സാധാരണ നമ്മൾ നേരത്തെ ഇതൊരു മണി ചെയിൻ തട്ടിപ്പാണെന്ന് നമ്മൾ ഇന്നലെ തന്നെ വാർത്ത ചെയ്തതാണ്. അതായത് ആദ്യ ഘട്ടങ്ങളിൽ ബുക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായി സാധനങ്ങൾ കൊടുത്തു, പിന്നീട് ബുക്ക് ചെയ്യുന്നവരെ പൂർണ്ണമായി പറ്റിച്ചു. അതായത് ആദ്യം റോഷ്നിക്ക് കിട്ടുകയാണെങ്കിൽ റോഷ്നി ബാക്കിയുള്ളവരോട് മുഴുവൻ പറഞ്ഞു, റോഷ്നി അതിൻ്റെ പ്രചാരകയാവുകയാണ്. അതേപോലെയാണ് ഒരാൾക്ക് കിട്ടുന്ന സമയത്ത് അവർ പ്രചാരകയാവുന്നു, അവർ പ്രചരിപ്പിക്കുകയാണ് ഇത് വളരെ നല്ല സംരംഭമാണ് എന്നുള്ളത്. പിന്നീട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നു, എണ്ണം ഒരുപാട് കൂട്ടുന്നു, പെട്ടെന്നൊരു ദിവസം ഒന്നും കൊടുക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആ പ്രതിസന്ധി മാറുന്നു എന്നതാണ്. നേരത്തെ മണി ചെയിനുകളിൽ വ്യാപകമായി ഉണ്ടായിരുന്നത് വലിയ തോതിൽ കള്ളപ്പണം കയ്യിലുള്ളവരും അനധികൃതമായി പണം കിട്ടുന്നവരും ഒക്കെയാണ് അതിൽ നിക്ഷേപിച്ചിരുന്നത് എങ്കിൽ ഇത്തവണ എല്ലാം സാധാരണക്കാരാണ്. നിക്ഷേപിച്ചവർ മാത്രമല്ല, അതിൻ്റെ പ്രൊമോട്ടർമാരൊക്കെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തിലെ സാധാരണ മനുഷ്യരാണ് എന്നതാണ്. അവർക്കാണ് ഈ വലിയ പ്രതിസന്ധി വന്നിരിക്കുന്നത്. അവർ ലോൺ എടുത്തും കടമെടുത്തും കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുത്തും ഒക്കെയാണ് ഈ പണം എടുത്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായി ഇത്രയേറെ പരാതികൾ വന്ന മറ്റൊരു തട്ടിപ്പ് സമീപകാലത്തൊന്നുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതിനിടയിലാണ് പകുതി വിലക്ക് സ്കൂട്ടറും പകുതി വിലക്ക് ലാപ്ടോപ്പും എന്ന ആശയവുമായി അവർക്ക് പരിചയമുള്ളവർ അവരുടെ മുന്നിലേക്ക് വന്നത്. അതാണ് അവർ ഏറ്റവും കൂടുതൽ കുടുങ്ങിപ്പോയത്. എന്തായാലും വ്യാപകമായ അന്വേഷണത്തിനാണ് പോലീസ് നേതൃത്വം നൽകുന്നത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരിയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പൊ ഇന്നലെ രാത്രി വൈകി മകൻ അച്ഛനെ വെട്ടിക്കൊന്നൊരു ദാരുണമായ ഒരു വാർത്ത വന്നു. എന്തായിരുന്നു അതിന്റെ പ്രകോപനം പ്രസാദ്? ഇന്നലെ രാത്രി നെയ്യാറ്റിൻകരയിലാണ് സംഭവം. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. പോലീസ് അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരവും ഇതുവരെ നൽകിയിരുന്നില്ല. എന്തായാലും ഒരു ദാരുണമായ സംഭവം തന്നെയാണ്. മാത്രമല്ല, ഇത് നടന്ന പ്രദേശം ശ്രദ്ധേയമാണ്. അതായത് നമ്മുടെ ബാലരാമപുരത്തിനപ്പുറമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നേരത്തെ കഷായത്തിൽ വിഷം കുലുക്കി കൊന്ന ഗ്രീഷ്മ ഈ പറയുന്ന പാറശാലയ്ക്ക് അടുത്താണ്. അതുപോലെ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കൊന്നത് ബാലരാമപുരത്താണ്. ആ ഗോപൻ സമാധിയായി വിവാദങ്ങളിലായതും ഈ ബാലരാമപുരത്ത് തന്നെയാണ്. എന്തായാലും ബാലരാമപുരത്തിനപ്പുറമാണ് നമുക്ക് ഇത്തരം വാർത്തകളെല്ലാം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അതായത് കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം, അതുപോലെ തന്നെ ബാലരാമപുരത്തിൻ്റെ അപ്പുറമുള്ള പ്രദേശത്തിലാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള പോലീസിൻ്റെ വിശദീകരണം രാവിലെ തന്നെ ഉണ്ടാകും. അത് സംബന്ധിച്ച് അപ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. അതുപോലെ ടി വി പ്രസാദ്, ഇനി കൊല്ലത്തേക്കൊന്ന് പോയാലേ അവിടെ ഈ CPI തർക്കം രൂക്ഷമാണല്ലോ അല്ലേ? ഈ ഡെപ്യൂട്ടി മേയറൊക്കെ രാജിവെച്ചു. അപ്പോൾ ഇനി എന്താണ് തുടർ നീക്കങ്ങളൊക്കെ? അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കാരണം CPM ധാരണയനുസരിച്ച് അവസാനത്തെ ഒരു വർഷം അത് CPIക്ക് മേയർ സ്ഥാനം കൊടുക്കണം എന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. പക്ഷേ CPM അത് മാറിക്കൊടുക്കാൻ തയ്യാറായില്ല. പലതവണ CPI പറഞ്ഞു നോക്കി. ഏറ്റവും ഒടുവിലാണ് കടുത്ത പ്രയോഗത്തിലേക്ക് CPI പോകുന്നത്. അതായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാജിവെക്കുന്നു, കൂടെ 2 കൗൺസിലർമാരും രാജിവെക്കുന്നു. അങ്ങനെ അതൃപ്തി പരസ്യമാക്കി ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കോർപ്പറേഷനെ കൊണ്ടുപോയി CPI എന്നതാണ്. ഇനിയിപ്പോൾ CPM നേതൃത്വം തമ്മിലുള്ള ചർച്ച, ആ ചർച്ചയിലൂടെ ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതൊരു ഇത്ര കടുത്ത ഒരു പരസ്യ പോരിലേക്ക് എത്തും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ തന്നെ ചർച്ചയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ടും ഈ സ്ഥാനം മാറിക്കൊടുക്കാത്തതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചയുണ്ടായിരുന്നെങ്കിൽ പോലും CPI അതൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോയി എന്നതാണ്. സമീപകാലത്തൊന്നും കാണാത്ത രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.
ഓക്കെ പ്രസാദ്, നമ്മൾ ഈ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ കഴിഞ്ഞു. ഇനി പത്തനംതിട്ടയിലെ ഒരു വാർത്തയിലേക്ക് തന്നെ വരണം. പിന്നെ നമ്മൾ ഇന്നലെ കേട്ട ആ ഇന്നലത്തെ പോലീസ് മർദ്ദനം, അതിലെ അന്വേഷണം എന്തായെന്ന് അറിയണം. ഇപ്പൊ FIR-ൽ പോലീസുകാരുടെ ഒന്നും പേരില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അതാണ് അത് പത്തനംതിട്ടയിലെ അതിദാരുണമായ ഒരു സംഭവമായി പോയി. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു കുടുംബത്തെ ആക്രമിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. അതെന്തായാലും വലിയ ഞെട്ടലാണ് ഉളവാക്കിയതും വലിയ വാർത്താ പ്രാധാന്യമാണ് അതിന് രാവിലെ ഉണ്ടായത്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും വളരെ സജീവമായി തന്നെ ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മാത്രം ആ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നതാണ്. പക്ഷേ സസ്പെൻഷൻ മാത്രം പോരാ എന്ന അഭിപ്രായമാണ് കുടുംബത്തിനുള്ളത്. കാരണം ഒരു പ്രകോപനവും ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ഒരു കുടുംബത്തെ യാത്ര ചെയ്യുന്നവരെ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു. ശക്തമായ നടപടി ഉണ്ടാകണം. മാത്രമല്ല കണ്ടാലറിയുന്നവർ എന്നുള്ളതാണ് FIR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു കേസൊക്കെ ആണെങ്കിൽ കൃത്യമായി പേരും മേൽവിലാസവും എല്ലാം പ്രതികളുടെ കോളത്തിൽ രേഖപ്പെടുത്തുന്ന പോലീസാണ്. പോലീസ് പ്രതിയായ സമയത്ത് അവരുടെ പേര് പോലും പറയാതെ ആരോ ഒരാൾ എന്ന രീതിയിൽ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും കുടുംബം പുറകോട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. അവർ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ അത് സംബന്ധിച്ചുള്ള അപ്ഡേഷൻ നമുക്ക് അറിയാനും കഴിയും. പിന്നെ പ്രസാദ്, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വാർത്ത തന്നെയാണ് പ്രസാദ്. ബജറ്റ് നാളെയാണ്. മോഹഭാരം വേണ്ട എന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഈ പ്രസാദിനോടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ജനപ്രിയ ബജറ്റ് ആകുമോ? അതെ, ജനപ്രിയ ബജറ്റായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ മുമ്പാകെ നടക്കുന്ന ഒരു പൂർണ്ണ ബജറ്റാണ്. അടുത്ത പ്രാവശ്യം ഇനി പൂർണ്ണ ബജറ്റ് ഉണ്ടാവില്ല. വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 200 രൂപ ചിലപ്പോൾ ക്ഷേമ പെൻഷനിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യം. സംസ്ഥാനത്ത് 60 ലക്ഷത്തോളം കുടുംബങ്ങളിലേക്കാണ് ഈ ക്ഷേമ പെൻഷൻ എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്തൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അത് തൃപ്തരാവില്ല എന്ന നല്ല ബോധ്യം സർക്കാരിന് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെ നിർമ്മാണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ടോള് പോലെയുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതും അറിയുന്നു. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ പിണറായി സർക്കാരിൻ്റെ 5ാമത്തെ ബജറ്റ് എന്ന നിലയ്ക്ക് ജനപ്രിയമാക്കാനുള്ള ഒരു നീക്കം എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. എന്തായാലും കടുത്ത നികുതി ഭാരം ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ ദിവസം KN ബാലഗോപാൽ റിപ്പോർട്ടറിനോട് തന്നെ പറഞ്ഞതാണ്. എന്തായാലും അത് കാത്തിരിക്കാം. ഇനിയിപ്പോൾ 27 മണിക്കൂർ കഴിഞ്ഞാൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് അതിൻ്റെ പുറപ്പാടുകളാവും. നാളെ രാവിലെ 9 മണിക്കാണ് നിയമസഭയിൽ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുക. റോഷ്നി, വെങ്കിടി. യെസ്.